أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ ശൈത്വാനിന്റെ വസ്വാസിനെ തൊട്ട് തടയാൻ വേണ്ടി പഠിപ്പിച്ചതായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ശൈത്വാനിന്റെ വസ്വാസ് സാധാരണ ഇബാദത്തുകളിലാണ് കൂടുതലും ഉണ്ടാകാറുള്ളത്. നിസ്കാരത്തിലെ ഫാത്തിഹയിൽ ചില ആൾക്കാർ അൽഹംദു 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 എന്ന് പലവട്ടം പറഞ്ഞ് പ്രയാസപ്പെടാറുണ്ട്. ഇതൊക്കെ ശൈത്വാനിന്റെ വസ്വാസാണ്. അതുപോലെ തന്നെ അത്തഹിയാത്തിൽ അത്തഹിയാത്തു അത്തഹിയാത്തു ഇങ്ങനെ പല രൂപത്തിലും ശൈത്വാനിന്റെ വസ്വാസ് ഇബാദത്തുകളിൽ ഉണ്ടാകാറുണ്ട്. ചില ആൾക്ക് വുളൂ ചെയ്ത് തീരാറേ ഉണ്ടാവുകയില്ല, പിന്നെ പല പ്രാവശ്യം മുഖം കഴുകും, കൈ കഴുകും, ഇങ്ങനെ പല രൂപത്തിലും ശൈത്വാൻ ഇബാദത്തുകൾ വസ്വാസ് ഉണ്ടാക്കും. ഈ വസ്വാസിനെ തടയാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്കൊരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട്. അൽ ഫവായിദ് വൽ ഫറായിദ് എന്ന കിതാബിന്റെ 130-ാം പേജിൽ ഈ സ്വലാത്ത് പറയുന്നുണ്ട്. എന്താണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഫർരിഖി ഫിർഖിൽ കുഫ്രി വത്തുഗ്യാൻ ومشتت بغاة جيش القرين والشيطان وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد مفرق فرق الكفر والطغيان ومشتت بغاة جيش القرين والشيطان. ഈ സ്വലാത്താണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ശൈത്വാനിന്റെ വസ്വാസിനെ തൊട്ട് തടയാനുള്ള വലിയ മഹത്വമുള്ളതായ ഒരു സ്വലാത്താണ്. അപ്പോൾ ഈ വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ സ്വലാത്തിനെ പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ വസ്വാസ് നീങ്ങിക്കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്വാൻ മൂലമുണ്ടാകുന്ന എല്ലാ വസ്വാസുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ.